കരച്ചിലായിരുന്നു എന്റെ മോന്റെ കല്യാണത്തൊക്കെ. ശ്രീ കുട്ടേഴത്തുകാവ് മുത്താരമ്മൻ കോവിൽ ക്ഷേത്രം മേൽശാന്തിയാണ് ഞാൻ. ഈ ക്ഷേത്രം ഉണ്ടായ കാലഘട്ടം കൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ നടന്നു വരുന്ന ഒരു വഴിപാടാണ് നാരങ്ങ വിളക്കർച്ചന. നിത്യഗുരുതിയും നടന്നു വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. എല്ലാ ആദ്യ ചൊവ്വാഴ്ചകളിലും കാര്യസിദ്ധി പൂജയും എളുത്തവാവ് തോറും ഗണപതിഹോമം ഭൂസേവയും നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു ക്ഷേത്രമാണ്. എല്ലാ ഭക്തജനങ്ങൾക്കും ആ ഭഗവതിയുടെ അനുഗ്രഹ കടാക്ഷങ്ങൾ അനുഭവിച്ചറിഞ്ഞവരാണ് ഈ സമൂഹത്തിൽ നിൽക്കുന്ന എല്ലാ ഭക്തജനങ്ങളും. അതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവായിട്ട് നിൽക്കുന്നവരാണ് ഇന്ന് ഇവിടെ നിൽക്കുന്ന ഈ രണ്ട് അമ്മമാരും. അവരുടെ കാര്യങ്ങൾ സാധിച്ചതിൽ ഭഗവതിയുടെ അറിഞ്ഞ അങ്ങനെ ആദ്യമായിട്ട് വന്നപ്പോ തിരുമേനിയെ കണ്ടു. തിരുമേനിയെ കണ്ടപ്പോ തിരുമേനി പറഞ്ഞു 21 നരഞ്ഞ വിളക്കും ഗുരുതി പുഷ്പാഞ്ജലി നടത്തുക, അതിനുള്ളിൽ അവർക്ക് പുറത്തോട്ട് പോകാനുള്ള എല്ലാം റെഡിയാകുമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ നടത്തി. ഒരു 9 ആയപ്പോ തന്നെ അവർക്ക് വിസയും ടിക്കറ്റും എല്ലാം വന്ന്. പിന്നെ ബാക്കി ഒന്നിച്ചടത്താന്ന് തിരുമേനി പറഞ്ഞെങ്കിലും ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി വിളിച്ചാണെങ്കിൽ എല്ലാ ആഴ്ചയിലും വന്ന് 21 പൂർത്തിയാക്കി. അത് കഴിഞ്ഞിട്ടാണെങ്കിലും ഞങ്ങൾ മാസത്തിൽ ഒരു പ്രാവശ്യമാണെങ്കിലും ഇവിടെ വരണമുണ്ട്. കഴിയാവുന്ന വഴിപാടുകൾ നടത്തുന്നുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥിച്ച പോലെ തന്നെ കാര്യങ്ങൾ ഇതുവരെ നടന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ടും നടക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ധാരാളം ക്ലേശം ഉണ്ടാകുന്ന ഭക്തജനങ്ങൾ വന്ന് അവരുടെ ക്ലേശം ദേവിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ ക്ലേശം പരിഹാരം ഉണ്ടാകുന്നതായിട്ട് ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പല ആളുകളും പുറത്തേക്ക് ക്ഷേത്രത്തെ പറ്റി അറിയാനും സാധിക്കുന്നുണ്ട്. അതുപോലെ പ്രത്യേകിച്ചും ഈ ക്ഷേത്രത്തിന്റെ പ്രധാന വഴിപാടുന്ന നാരങ്ങാവിളക്കാണ്. എല്ലാ വെള്ളിയാഴ്ചയും ഈ നാരങ്ങാവിളക്ക് നടത്തുന്നതിന് വേണ്ടി ധാരാളം ഭക്തജനങ്ങൾ വരാറുണ്ട്. കല്യാണം നാരങ്ങാവിളക്ക് ശേഷമാണ് നടത്തുന്നത്. ജൂലൈ 2-ാം തീയതി കല്യാണമായിരുന്നു. കരച്ചിലായിരുന്നു എന്റെ മോന്റെ കല്യാണത്തൊക്കെ. എല്ലാം എനിക്ക് ഭംഗിയായിട്ട് നടത്തിയിരിക്കുന്നു. ഒരു കടം പോലും എന്നെ പഠിപ്പിച്ചു. എല്ലാ കാര്യങ്ങളും 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ഇനിയും വന്നാൽ അത് സാധിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോകും. ഉദ്ദിഷ്ട ഫലപ്രാപ്തിക്കായി മലയാള മാസം ആദ്യ ചൊവ്വാഴ്ചകളിൽ നടത്തിവരാറുള്ള കാര്യസിദ്ധി പൂജയിലും വെള്ളിയാഴ്ചകളിലെ നാരങ്ങാവിളക്കർച്ചനയിലും പങ്കുചേർന്ന് ഭഗവതിയുടെ അനുഗ്രഹം നേടുവാൻ മുഴുവൻ ഭക്തജനങ്ങളെയും ക്ഷേത്രസന്നിധിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മകന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മണ്ണി വന്നത്. അത് തന്നെ ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം വൈകുന്നേരം സന്ധ്യാസമയത്ത് ഒരു അമ്പലത്തിൽ പോകാൻ എന്റെ മനസ്സിൽ തോന്നിച്ച് ഞാനിവിടെ വരുമ്പം ഈ നട തിരുമേനി നട അടക്കണ സമയമാണ്. പക്ഷെ വന്ന് തിരുമേനി എന്നോട് ചോദിച്ചു എന്താണ് വന്നെന്ന് ചോദിച്ചപ്പോ ഞാനിങ്ങനെ കാര്യങ്ങൾ